നമസ്തേ. മലപ്പുറത്താണ് നിൽക്കുന്നത്. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്ത് പാങ്ങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നമുക്ക് നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വീരയോദ്ധാവിൻ്റെ ഒരു സ്മൃതി മണ്ഡപമുണ്ട്. അതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ചരിത്രം എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ മാമാങ്ക ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വീരപുരുഷനാണ് അദ്ദേഹം. വീരപുരുഷൻ എന്ന് പറയുമ്പോൾ മാമാങ്കത്തിലെ അവസാന ചാവേറായിരുന്ന ചന്ദ്രത്തിൽ ചന്തുണ്ണി അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിന് മുന്നിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. ആ സ്മാരകം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്ത് പാങ്ങ് ചെണ്ടി ജംഗ്ഷനിലാണ് ഈ ഒരു സ്മാരകം വരുന്നത്. നമ്മുടെ മാമാങ്കത്തിലെ അവസാന ചാവേറായിരുന്ന ചന്ദ്രത്തിൽ ചന്തുണ്ണി പണിക്കർ എന്ന അദ്ദേഹത്തിൻ്റെ സ്മാരകമാണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ വരുന്ന വഴിക്ക് ഈ കുടുംബത്തിലെ ഒരു അംഗമായ ഒരു ചേട്ടനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹമാണ് നമുക്ക് ഇത് പറഞ്ഞു തന്നത്. അദ്ദേഹത്തിന് പക്ഷേ നമ്മുടെ വീഡിയോയിൽ വരാനൊന്നും താല്പര്യമില്ല കേട്ടോ. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് അറിയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നു. ഇവിടെ എല്ലാ ദിവസവും ഈ വീട്ടുകാർ വിളക്ക് വെക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ മണ്ഡലത്തിൽ 41 ദിവസം ചുറ്റുവിളക്ക് ഉണ്ടാവും അത്രേ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചരിത്ര സ്മാരകത്തെ പറ്റി കേട്ടറിഞ്ഞപ്പോൾ എൻ്റെ ഒരു കസിനായ അനീഷാണ് എനിക്ക് ഇങ്ങനൊരു സ്മാരകത്തെ പറ്റി പറഞ്ഞു തന്നത്. അപ്പോൾ മലപ്പുറത്ത് വരുന്നുണ്ടെന്നപ്പോൾ അനീഷ് പറഞ്ഞു ഇതൊന്ന് കയറിയെടുത്ത് എല്ലാവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. അതായത് മാമാങ്കം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട് പഴകിയ ആ ഒരു ചോരക്കളി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മാമാങ്കത്തിലെ അവസാനത്തെ ചാവേറായിരുന്ന ചന്തുണ്ണി പണിക്കരുടെ സ്മൃതി മണ്ഡപം. മാമാങ്കത്തിന് പുറപ്പെടുമ്പോൾ ചന്ദ്രത്തിൽ ചന്തുണ്ണി പണിക്കർ എന്ന വീരയോദ്ധാവിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് 16 വയസ്സായിരുന്നു അത്രേ. അദ്ദേഹമാണ് സാമൂതിരിയുടെ അടുത്ത് വരെ എത്തിയ ഏക യോദ്ധാവ്. അദ്ദേഹത്തിൻ്റെ വെട്ടിൽ നിന്നും സാമൂതിരിയുടെ പടയാളികൾ അദ്ദേഹത്തെ വിളക്കൊണ്ട് തടഞ്ഞു എന്നും പുറകിൽ നിന്ന് കുത്തി വീഴ്ത്തിയെന്നൊക്കെയാണ് പറയുന്നത്. 16 വയസ്സിൽ കൊല്ലപ്പെട്ട ചന്ദ്രത്തിൽ ചന്തുണ്ണി പണിക്കർ അദ്ദേഹത്തിൻ്റെ തല കൊയ്തിട്ട് തല തെറിച്ചു വന്ന് വീണ സ്ഥലമാണ് ഇത് എന്നും അതല്ല പട്ടിൽ പൊതിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു എന്നൊക്കെയാണ് പറയുന്നത്. കൂടുതലും പറയുന്നത് തല തെറിച്ചു വന്ന് വീണ സ്ഥലമാണെന്നാണ് പറയുന്നത്. കേട്ടറിവാണ്, എത്രത്തോളം ശരിയുണ്ടെന്ന് അറിയില്ല. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി തന്നെ ക്ഷമിക്കണം. പിന്നെ 4 കുടുംബക്കാരാണ് മാമാങ്കത്തിന് പൊയ്ക്കൊണ്ടിരുന്നത്. പുതുമന, ചന്ദ്രത്തിൽ, വേർക്കോട്ട്, വയങ്കര, ഇങ്ങനെ 4 വീട്ടുകാർ. ഇവരെ 4 വീട്ടുകാർ എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പം നേരത്തെ പറഞ്ഞ മാതിരി 16 വയസ്സിൽ മരണപ്പെട്ട ചന്ദ്രത്തിൽ ചന്തുണ്ണി പണിക്കരുടെ സ്മൃതി കുടീരാണ് കേട്ടോ അത്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ നമ്മുടെ ക്ലാസ്സുകളിലൊന്നും ആരെയും പഠിപ്പിക്കുന്നില്ല. മാമാങ്കം പഠിപ്പിക്കുന്നു എന്നുള്ളതല്ലാണ്ട് ഇങ്ങനൊരു വീരയോദ്ധാവ് ഉണ്ടായിരുന്നെന്നും 16-ാം വയസ്സിൽ കൊല്ലപ്പെട്ടാണെന്നും അദ്ദേഹത്തിന് ഇങ്ങനൊരു സ്മൃതി കുടീരം ഉണ്ടായിരുന്നെന്നും എത്ര പേർക്കറിയാം? എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പേർക്ക് അറിയുള്ളൂ. ഞാനും കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ട്. എന്തായാലും ഇവിടെ ഇതൊന്ന് കാണാൻ വരാൻ കഴിഞ്ഞതും ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ കഴിഞ്ഞതും ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. ചന്ദ്രത്തിൽ, കിഴക്കേപ്പാട്ട്, പടിഞ്ഞാറേപ്പാട്ട്, ചുണ്ടയിൽ, ചീരാമത്ത് എന്നീ 4 തായ് വഴികളായാണ് ചന്ദ്രത്തിൽ പണിക്കന്മാരുള്ളത്. ഇതിൽ കിഴക്കേപ്പാട്ട് കുടുംബത്തിലെ സ്ത്രീകൾക്ക് മാത്രം നേത്യാർ എന്നൊരു സ്ഥാനവുമുണ്ട്. ചന്ദ്രത്തിൽ പടിഞ്ഞാറേപ്പാട്ടാണ് കളരി ഉണ്ടായിരുന്നത്. കളരിയെല്ലാം പിന്നീട് ഇല്ലാതായിട്ടുണ്ട്. ഇവിടെയാണ് ചന്തുണ്ണി പണിക്കരുടെ ഈ സ്മൃതി മണ്ഡപം. മാമാങ്കത്തിൽ നിലപാട് തറ വരെ എത്തിയ ഏക യോദ്ധാവും ചന്തുണ്ണി പണിക്കരാണ്. ചാവേറിന് തയ്യാറെടുത്ത 16 വയസ്സ് മാത്രമുണ്ടായിരുന്ന ചന്തുണ്ണി പണിക്കരെ വീട്ടുകാർ വിലക്കി. അമ്മാവൻ ചന്തുണ്ണിയെ അറയിലിട്ട് പൂട്ടി. ചാവേർ പുറപ്പെട്ടപ്പോൾ അറയുടെ വാതിൽ തകർത്ത് ആവേശഭരിതനായാണ് ചന്തുണ്ണി പണിക്കർ പുറത്തേക്ക് വന്നത്. മാമാങ്കത്തിന് ചാവേറുകൾ കെട്ടിയൊരുങ്ങി തെച്ചിമാല ധരിച്ച് തിരുമാന്താംകുന്നത്തിറങ്ങി പുതുമന പണിക്കരുടെ വടക്കിനി തളത്തിൽ ചെന്നിരിക്കുമ്പോൾ ആ വീട്ടിലെ പ്രായം കൂടിയ സ്ത്രീ പുതുമന അമ്മ അവർക്ക് ഒരു ഉരുള ചോറ് ഉരുട്ടിക്കൊടുക്കുന്നു. ഇതായിരുന്നു ചാവേറിൻ്റെ അവസാനത്തെ ഭക്ഷണം. മാമാങ്കവുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് തറയുടെയും
മാമാങ്കത്തിൽ കൊല്ലപ്പെടുന്ന ചാവേറുകളെ ചവിട്ടിത്താത്തിയിരുന്ന മണിക്കിണറിൻ്റെയും എല്ലാം കാഴ്ചകൾ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയെല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ മാമാങ്കത്തിലെ അവസാന ചാവേറായിരുന്ന ചന്ദ്രക്ക് ചന്തുണ്ണിപ്പണിക്കരുടെ ഈ ഒരു സ്മൃതി മണ്ഡപത്തിൻ്റെ കാഴ്ചകൾ, എനിക്കറിയാവുന്ന വിശേഷങ്ങൾ ആണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തരണം കേട്ടോ. ഞാൻ അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.